triumphant always and every place. തിരുവചനം ഇങ്ങനെ പറയുന്ന എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾ ജയോത്സവം കൊണ്ടാടും. There is never something called failure when you are in Jesus. യേശു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പരാജയം എന്നൊന്നും നിങ്ങളിൽ ഇല്ല. Every day your life is increasing from one level to the other level. ഓരോ ദിവസവും ഒരു അളവിൽ നിന്ന് അടുത്ത അളവിലേക്ക് നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. I am talking about wealth, I am talking about health, I am talking about the good things in life. ജീവിതത്തിലെ എല്ലാ നന്മകളെ കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ പണത്തിൽ, നിങ്ങളുടെ നന്മയിൽ, നിങ്ങളുടെ അഭിഷേകത്തിൽ, എല്ലാത്തിലും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിങ്ങൾ When I പോകും. am saying this, don't misunderstand me. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. I am not talking about materialism. ഞാൻ ഒരു ഭൗതികവാദമല്ല ഇവിടെ പറയുന്നത്. Materialism means you do something to get something. ഭൗതികവാദം, ഭൗതികതയ്ക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. അവര് അത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക. The world has materialism. ഈ ലോകത്തിന് അത് ഭൗതികതയുടെ പുറകെ. Prosperity means when you are filled with the life of Jesus, money will follow you. ദൈവവചനത്തിൽ കാണുന്ന സമൃദ്ധിയുടെ അർത്ഥം ഇതാണ്: നിങ്ങൾ ദൈവത്താൽ നിറയപ്പെടുമ്പോൾ നന്മ നിന്റെ പുറകെ വരും. Goodness and mercy shall follow me all the days of my life. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. Hallelujah. That is what the Bible says. അതാണ് ബൈബിൾ പറയുന്നത്. He shows us a bird flying in the sky. യേശു അവിടെ പറന്നുകൊണ്ടിരുന്ന ആകാശത്തിൽ പറവകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവയെ നോക്കുവീൻ. And he says, look, they neither sow, they neither reap, but their father takes care of them. They are not having barns to fill with the grain. അവർ കളപ്പുരകൾ കൂട്ടിവെക്കുന്നതുമില്ല. It is talking about money. അവൻ ഭൗതികത്തെ കുറിച്ചാ പറഞ്ഞത്. It is talking about money. അത് പണത്തെ കുറിച്ചാ പറഞ്ഞത്. Jesus said, യേശു പറഞ്ഞു, look at the birds. പറവകളെ നോക്കുവീൻ. They are not worried. അവ ഭാരപ്പെടുന്നില്ലല്ലോ. If they are not worried, അവയ്ക്ക് ഭാരമില്ലെങ്കിൽ you should be not worried. നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാ, നിങ്ങൾ ഒട്ടും ഭാരപ്പെടരുത്. Because you are valuable than the bird. എന്തെന്നാൽ നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരാ. Hallelujah. Jesus said, do not worry. യേശു പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടരുത്. Turn to someone and say, do not worry. വീണ്ടും ഒന്ന് രണ്ട് പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ഒന്നിനെ കുറിച്ചും ആകുലചിന്തപ്പെടരുത്. Be worried at all. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുകയേ വേണ്ട. Hallelujah. Then he says, look at the lilies in the field. എന്നിട്ട് കർത്താവ് പറഞ്ഞു, വയലിലെ താമരയെ നോക്കുക. Look at the grass in the field. അതെ, വയലിലെ പുല്ലിനെ നോക്കുക. Then look at the lily. It does not toil. It does not struggle. നോക്കൂ, അവ ഉടുപ്പ് തുന്നി കൂട്ടുന്നില്ല. It is, they are not toiling. They are not struggling. അവരതിനു വേണ്ടി ഒന്നും കഷ്ടപ്പെടുന്നില്ല. But it is the most beautiful flower. എന്നാൽ ലോകത്തിൽ ശലോമോൻ പോലും തന്നെ സർവ്വമഹത്വത്തിലും അവയൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. Look, first seek the kingdom. യേശു പറഞ്ഞു, ഒന്നാമത് ദൈവരാജ്യം അന്വേഷിപ്പിക്കുക. Kingdom means a king dominated life. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്വം എന്ന് പറഞ്ഞാൽ, രാജ്യം എന്ന് പറഞ്ഞാൽ രാജാവിനാൽ ഭരിക്കപ്പെടുന്ന ഇടം. And his righteousness. അവന്റെ നീതി. If you are under these two, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ number one, your king is Jesus. ഒന്ന്, നിങ്ങളുടെ രാജാവ് യേശുവാണ്. Number two, you stand in his righteousness. രണ്ട്, അവന്റെ നീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. All these things will be added to you. ഈ പറഞ്ഞ നിങ്ങളുടെ ആവശ്യ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നൽകപ്പെടും. And that is prosperity. അതാണ് സമൃദ്ധി. Hallelujah. When everything is added to you, നിങ്ങൾക്കെല്ലാം നൽകപ്പെടുമ്പോൾ, what is the adding? Everything you need. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ He will നൽകിത്തരും. bless you and bless you and bless you and bless you till people become jealous of you. നിങ്ങളെ അവൻ അനുഗ്രഹിച്ച് നാട്ടുകാർ നിങ്ങൾക്ക് അസൂയ നിങ്ങളെ കുറിച്ച് തോന്നുന്ന പോലെ നിങ്ങളെ അവൻ അനുഗ്രഹിക്കും. That is the will of God. അത് ദൈവഹിതമാണ്. Some people think that poverty means humbleness. It is a wrong notion. ചിലർ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ട്, ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നതാണ് ആത്മീയത എന്ന്. അത് No, it is totally wrong. അത് തെറ്റ് തന്നെയാണ്. Break your mindset today. ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്താഗതിയെ തിരുത്തുക. And tell yourself, നിങ്ങളോട് തന്നെ പറയുക, it is the will of my Father that I be rich. ഞാൻ സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുന്ന ദൈവഹിതമാണ്. Turn to your neighbor and say, he will bless you immensely. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പറഞ്ഞ, ദൈവം നിന്നെ അതിരുകളില്ലാതെ അനുഗ്രഹിക്കും. Hallelujah. Amen. Jesus, it is the will of Jesus that we be powerful, rich. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം നിറവ് ശക്തരാകണമെന്നത് കർത്താവിന്റെ ഹിതമാണ്. It is eternal life is already inside of us. നിത്യജീവൻ നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. Eternal life is the life of Christ himself. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ നിൽക്കുന്നതിനാ നിത്യജീവൻ എന്ന് പറയുന്നത്. 1 John 5:11 the Bible says the life of Jesus is inside of us and that is eternal life. 1 യോഹന്നാൻ 5:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ ജീവൻ നിത്യജീവൻ നമ്മളിൽ വസിക്കുന്നു. That is why in 2 Corinthians 5:17 the Bible says those who are in Christ Jesus, they are a new creation. Old has gone, new has come. Jesus came to this earth to prove what an ordinary man filled with God can
can do. ഒരു സാധാരണ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് യേശു മനുഷ്യ ജഡത്തിൽ വന്ന് തെളിയിച്ചു. And that is you and me. അത് നീയും ഞാനുമാണ്. That is you and me. അത് നീയും ഞാനുമാണ്. That is you and me. അത് നീയും ഞാനുമാണ്. Hallelujah. Hallelujah. When you are in Christ Jesus, നിങ്ങൾ യേശു ക്രിസ്തുവിലാകുമ്പോൾ the old has gone. പഴയത് കഴിഞ്ഞുപോയി. The old union with the devil has gone. പിശാചുമായിട്ടുള്ള ആ ബന്ധം തകർന്നുപോയി. The old life of failure has gone. പരാജയ ചിന്തകൾ നിറഞ്ഞ ജീവിതം തീർന്നുപോയി. The new has come. പുതിയത് വന്നിരിക്കുന്നു. An excitement life. ഒരു നിറവുള്ള ജീവിതം. A life of joy. സന്തോഷഭരിതമായ A ജീവിതം. victorious life. ജയകരമായ ജീവിതം. Always, every place, triumphant in Christ Jesus. എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ജയപൂർണ്ണതയുള്ള ജീവിതം. Shout and say, I can never be a failure in Christ Jesus. എല്ലാവരും വിളിച്ചു പറഞ്ഞാട്ടെ, ക്രിസ്തുവിനാ I can never be a failure in Christ Jesus. പരാജയമാകാൻ I can സാധ്യമല്ല. never be a failure in Christ Jesus. ക്രിസ്തുവിൽ ഞാനൊരു പരാജയമാണ്. Hallelujah. 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 The Bible says, ബൈബിൾ പറയുന്നു, Jesus prayed. യേശു പ്രാർത്ഥിച്ചു. Chapter 17, 1-5, he prays for himself. യേശു യോഹന്നാൻ 17 നിങ്ങൾ നോക്കിയാൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യേശു തനിക്ക് വേണ്ടി തന്നെ It is പ്രാർത്ഥിക്കുന്നു. called the prayer of the high priest. അത് മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന He is അധ്യായത്തെ praying for himself. തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. Verse 6 onwards, അതിന്റെ 6 മുതൽ he വായിക്കുമ്പോൾ starts praying for the disciples. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And verse 20 onwards, അതിന്റെ 20 മുതലുള്ള he വാക്യത്തിൽ starts praying for you and me. ആ തന്നിൽ വിശ്വസിക്കാൻ പോകുന്ന നിങ്ങൾക്കും എനിക്ക് വേണ്ടി The Bible says in verse 20, I do not pray for these alone, that is the disciple, but also for those who believe in me through their word. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അതായത് അന്ന് വിശ്വസിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും, അതായത് നിങ്ങൾക്കും എനിക്ക് വേണ്ടിയും കൂടെ അന്ന് യേശു പ്രാർത്ഥിച്ചു. Jesus is praying for you and me. യേശു നിങ്ങൾക്കും എനിക്ക് വേണ്ടി You know what he prayed? എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? Verse 22, the Bible says, 22 ബൈബിൾ പറയുന്നു, and the glory that you gave me, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, that you glory that you gave me, നീ എനിക്ക് തന്ന മഹത്വം I have given them. ഞാൻ അവർക്ക് I കൊടുത്തിരിക്കുന്നു. have given them. ഞാൻ അവർക്ക് I have കൊടുത്തിരിക്കുന്നു. given them. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. Hallelujah. That is why Paul says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, Jesus Christ, the hope of glory inside of you. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. The Bible talks about the glory of God. ബൈബിൾ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് When the പറയുന്നുണ്ട്. glory of God came on Mount Sinai, ദൈവത്തിന്റെ മഹത്വം മൗണ്ട് സീനായിൽ ഇറങ്ങിയപ്പോൾ even a filthy animal would go and would die. അതിന്റെ അടുക്കൽ ഒരു മൃഗമെങ്കിലും ചെന്ന് തൊട്ടാൽ, പർവ്വതം തൊട്ടാൽ അത് നശിച്ചു When പോകും. the glory of God came into the tabernacle, ദൈവമഹത്വം സമാഗമന കൂടാരത്തിൽ വന്നപ്പോൾ in the holy of holies, the glory would come. അതിവിശുദ്ധ സ്ഥലത്ത് മഹത്വം ഇറങ്ങുമ്പോൾ, And when the high priest would go in, ആ മഹാപുരോഹിതനകത്ത് ചെല്ലുമ്പോൾ, if there was uncleanliness in him, he would die. അവനിൽ ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ അവൻ മരിച്ചു വീഴുമായിരുന്നു. One day Moses said, I want to see your glory, ഒരു ദിവസം Jesus. മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിന്റെ മഹത്വം He said, you കാണണം. cannot see and live again. ദൈവം പറഞ്ഞു, നിനക്ക് എന്റെ മഹത്വം കണ്ടിട്ട് ജീവനോട് ഇരിപ്പാൻ സാധ്യമല്ല. I will cross and you can see my back. ഞാൻ കടന്നു പോകും, നീ പാറയുടെ പിളർപ്പിലിരിക്കും, നീ എന്റെ പിൻഭാഗം കാണും. One day, whole night, Jacob was fighting with God, the angel of ഒരു God. രാത്രി മുഴുവൻ ദൈവത്തിന്റെ ദൂതനുമായി യാക്കോബ് മല്ലുപിടിച്ചു. The glory of God came. ദൈവമഹത്വം വന്നു. And in the morning, Jacob said, പ്രഭാതത്തിൽ യാക്കോബ് പറഞ്ഞു, oh, I am still alive. ഓ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ഞാൻ ജീവനോടിരിക്കുന്നു. The glory of God was so powerful. ദൈവത്തിന്റെ മഹത്വം അത്ര The ശക്തമായിരുന്നു. glory of God was so powerful. ദൈവത്തിന്റെ മഹത്വം അത്രമേൽ No one ശക്തമായിരുന്നു. could see it. അതിനെ നോക്കാൻ പോലും No one could കഴിയുമായിരുന്നില്ല. touch it. അതിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയുമായിരുന്നില്ല. That glory walked on this earth. The Bible says Jesus, the glory of God, he beheld or was holding the glory of God and walking on this earth. എന്നാൽ ആ ദൈവ മഹത്വം മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. അവന്റെ പേരത്രേ, ആ ഏകജാതനായവന്റെ മഹത്വം ഞങ്ങൾ കണ്ടു എന്ന് യോഹന്നാൻ വിളിച്ചു. ആ ദൈവ മഹത്വത്തെ പിടിച്ചിരുന്നവനെ, ദൈവമഹത്വം കൊണ്ട് നടന്ന ഏകജാതനായ പുത്രനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് യോഹന്നാൻ The പറഞ്ഞു. glory of God in flesh, that is Jesus Christ. ഒരു മനുഷ്യ ശരീരത്തിൽ ദൈവമഹത്വം നിറഞ്ഞതാരോ അവനത്രേ യേശു. When he touched the leper, the glory inside of him went to the leper and healed him. കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ തന്റെ ഉള്ളിലുള്ള മഹത്വം ഇറങ്ങിച്ചെന്ന് രോഗിയെ സൗഖ്യമാക്കി. When the glory of God looked at the water, it changed and became wine. ദൈവമഹത്വം വെള്ളത്തെ നോക്കിയപ്പോൾ വെള്ളം വീഞ്ഞായി മാറ്റപ്പെട്ടു. Oh, the glory of God, when looked at the dead man started to run. ദൈവമഹത്വം മരിച്ച
മരിച്ച മൃതശരീരത്തിൽ നോക്കിയപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ്. Let me, Father, പിതാവേ, the glory that you gave me, എനിക്ക് തന്ന I മഹത്വം have given them. ഞാൻ അവർക്ക് I have കൊടുത്തിരിക്കുന്നു. given ഞാൻ them. അവർക്ക് I have കൊടുത്തിരിക്കുന്നു. given them. അവർക്ക് I have കൊടുത്തിരിക്കുന്നു. given them. അവർക്ക് I have കൊടുത്തിരിക്കുന്നു. given them. അവർക്ക് കൊടുത്തിരിക്കുന്നു. Hallelujah. When the glory of God is in you, ഈ ദൈവമഹത്വം നിങ്ങളിലുള്ളപ്പോൾ, that is why the Bible says, അതുകൊണ്ടാണ് വചനം പറയുന്നത്, you are the temple of God. നീയാണ് ദൈവമന്ദിരം. You are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ You are the മന്ദിരം. temple of God. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. You cannot be a failure in Jesus. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമാകാൻ സാധ്യമല്ല. Hallelujah. John says, the one in me is greater. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയ. You are the carrier of the glory of God. ദൈവമഹത്വം ചുമന്നുകൊണ്ട് നടക്കുന്ന